ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കുറച്ച് പച്ചക്കറി വിത്തുകൾ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചീര ഒരു ചട്ടിക്കകത്ത് പാകി അതിൻ്റെ തൈകൾ നട്ടുപിടിപ്പിച്ചാണിത്. ഒരു വാരം മാടിയിട്ട് അതിൽ തൈകൾ നട്ടു. അപ്പോൾ നന്നായിട്ട് വിളവ് കിട്ടി. ഇതിന് ആട്ടുംകാഷ്ടമാണ് ഇട്ട് കൊടുക്കാറ്. പിന്നെ എല്ലാ ദിവസത്തെയും കഞ്ഞിവെള്ളം എടുത്തു വെച്ച് 2 ദിവസത്തെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അത് ഇരട്ടിയിൽ കൂടുതൽ വെള്ളം ചേർത്ത് ഒരു ബ്രഷ് കൊണ്ട് തളിച്ചു കൊടുക്കാറുമുണ്ട്. ഇത് കീടങ്ങൾ വരാതിരിക്കാനും എല്ലാം വളരെ നല്ലതാണ്. അങ്ങനെ കുറച്ച് വെണ്ട, എല്ലാ സാധനവും കുറേശ്ശെ നട്ടിട്ടുണ്ട്. മുളകൊക്കെ ഉണ്ടായി തുടങ്ങണുള്ളൂ. അങ്ങനെ 3-4 വെണ്ടയ്ക്കൊക്കെ കിട്ടി. അതെല്ലാം പറിച്ച് ഇന്നത്തേക്കുള്ള കറിക്ക് വിളവെടുക്കുന്നതാണ്. ചീര 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 അവൻ്റെ ബക്കറ്റിലേക്ക് ഓരോന്ന് ഇട്ടു. ഈ ബീറ്റ്റൂട്ടിൻ്റെ കളർ കണ്ടിട്ട് അവൻ പറയാം അത് ബീറ്റ്റൂട്ട് ചെടിയാണെന്ന്. അതിനതല്ലേ അറിയാവുള്ളൂ. അപ്പം പറഞ്ഞു കൊടുക്കുമായിരുന്നു ചീരയാണെന്ന്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പച്ചക്കറി നടന്നതും എല്ലാം. അവിടെ ചെടികളും എല്ലാം നട്ടിട്ടുണ്ട്. അടുക്കള വശത്താണിത്. അപ്പോൾ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ പൂക്കൾ കണ്ട് ആസ്വദിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാം നട്ടിട്ടുണ്ട്. നേരത്തെ ഞാനൊരു വീഡിയോയിൽ കുറച്ച് പപ്പായ നട്ടത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ആ പപ്പായ മരം ഇത്രയും വലുതായി, അത് പൂത്തു തുടങ്ങി. അപ്പോൾ ഇനി കായൊക്കെ ഉണ്ടായിട്ട് കാണിച്ചു തരാം. ഇനി നമുക്ക് ആ ചീര കൊണ്ട് തോരനുണ്ടാക്കാം. അവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി നട്ടേക്കണ കേട്ടോ ഇത്. ഇതിൻ്റെ ഉള്ളിൽ അത് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, വെറുതെ നട്ടു നോക്കി. അവിടെ ഒരുപാട് ലവ് ബേർഡ്സ് ഉണ്ട് കേട്ടോ. അതിൻ്റെ കലമ്പലാണ് കേൾക്കുന്നത്. ഒരു 100-ൽ കൂടുതലോളം ലവ് ബേർഡ്സ് ഉണ്ട്, പല വർണ്ണങ്ങളിലുള്ളത്. അതിൻ്റെ സൗണ്ടാണ് കേട്ടോ അത്. ഒരു കാലത്ത് യൂഫോബിയ ഭയങ്കര ട്രെൻഡി ആയിരുന്നു. ആളുകളെല്ലാം അത് ഹെൽത്തിന് നല്ലതല്ലെന്ന് പറഞ്ഞുകൊണ്ട് പറിച്ചു കളഞ്ഞു. പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു ചെടി ഇപ്പോഴും നിർത്തിയിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പല വർണ്ണങ്ങൾ നട്ടുപിടിപ്പിച്ചപ്പോൾ ഞാനത് നട്ടുപിടിപ്പിച്ചില്ല. അന്ന് എനിക്ക് വലിയ ഇഷ്ടം തോന്നിയില്ല. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ കുറച്ച് കടലാസ് റോസ അതുകൊണ്ട്, അങ്ങനെ പൈനാപ്പിൾ പോലത്തെ ഒരു തരം ചെടി, അങ്ങനെ എല്ലാത്തരം ചെടികളും അവിടെ നട്ടിട്ടുണ്ട്. ചുമ്മാ ഒരു രസത്തിന് വേണ്ടി നട്ടാണ്. പിന്നെ പണ്ട് കാലത്തുള്ള ഒരുതരം പാറയുടെ ഇടമ്പിലൊക്കെ കാണുന്ന ഒരുതരം പുളിയാണ് കേട്ടോ ഇത്. അതിൻ്റെ പേരെനിക്ക് അറിയില്ല. അതിനകത്തൊരു തരം കായ ഉണ്ടാവും. അത് കറി വെക്കണതിലൊക്കെ ഇടാൻ നല്ലതാണ്, ചാളക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പുളിക്ക് പകരമായിട്ട്. ഇനി നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാം.
എനിക്ക് ചീരയിലയിൽ കടുകൊന്നും ചേർക്കണ ഇഷ്ടമല്ല കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ചുവന്നുള്ളി ഇടിച്ചിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ ഇത്ര ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയില ഇട്ട് കൊടുക്കുക. എനിക്ക് കറിവേപ്പില അങ്ങനെ ഒന്നും ചേർക്കണം എനിക്കിഷ്ടമല്ല കേട്ടോ. ചിലർക്കൊക്കെ കറിവേപ്പിലയൊക്കെ ചേർക്കണം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് സ്വല്പം ഉപ്പും വെള്ളം തളിച്ച് കൊടുക്കണം. എന്നാലാണ് ആ തേങ്ങയിലൊക്കെ ഉപ്പ് പിടിക്കുകയുള്ളൂ. എന്നിട്ട് വേണം ചീരയില ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ടത് ശരിക്കും വെള്ളമൊന്നും ഒഴിക്കാതെ ആവിയിൽ ഇളക്കി വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ചീരയില ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. മൂടി വേവിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സഹകരണത്തിനും നന്ദി. അപ്പോൾ നല്ല ഒന്നാന്തരം നാടൻ ചീരയില തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഓരോ വീട്ടുമുറ്റത്തും ഇങ്ങനെ പച്ചക്കറികൾ നടുകയാണെങ്കിൽ നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ ഉപയോഗിക്കാം. പൈസയും ലാഭമുണ്ട്. കൃഷിഭവനിൽ നിന്ന് നല്ല മഴക്കാലം ആകുമ്പോഴേക്കും അതിൻ്റെ തൈകൾ എല്ലാത്തിൻ്റെയും തൈകളും കിട്ടും. അതുപോലെ എപ്പോഴും വിത്തുകളും കിട്ടും. പിന്നെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ അവിടെ തെങ്ങും തൈകളും എല്ലാം പ്ലാവിൻ തൈകൾ ഒക്കെ കിട്ടും. പ്ലാവിൻ തൈയും തെങ്ങും തൈയൊക്കെ കൊടുക്കണവർക്ക് വളവും കൊടുക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ പച്ചക്കറികൾ അടുക്കളത്തോട്ടം പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒന്നാന്തരം ചീരയില തോരൻ റെഡി. ചീരയില ഇങ്ങനെ കയ്യിൽ കണ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിതറി കിടക്കും കേട്ടോ. എനിക്ക് ചിരട്ടക്കയിലിൻ്റെ കണയാണുള്ളത്. ഞാൻ ഇപ്പോൾ ഇതെടുത്തുവെന്ന് മാത്രം എളുപ്പത്തിന് വേണ്ടി. അങ്ങനെ ചീരയില തോരൻ റെഡി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ലവ് യു ഓൾ.